അപ്പോൾ ഗൈസ് രാവിലെ തന്നെ ടിപ്സം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കാര്യം എന്നാന്ന് അറിഞ്ഞോടാ. അപ്പോൾ എന്തായാലും ടിപ്സം പറഞ്ഞ മറ്റേ ഹെലികോപ്റ്ററുള്ള ആർമിയുടെ അവിടെ ആയിട്ടാണ് അടി ഉണ്ടാക്കണം. അത് കഴിഞ്ഞാണല്ലോ 5000 രൂപ തരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വേറെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. കുറച്ച് പെട്ടികൾ ബോക്സുകൾ കണ്ടുപിടിച്ചാണ് അതിൻ്റെ അകത്ത് പൈസകൾ നീ എടുത്തോളാൻ പറഞ്ഞു. അതാണ് ഞാൻ കുറേ പൈസ കിട്ടും. അപ്പം നേരെ നമുക്ക് ആർമിയുടെ അങ്ങോട്ടേക്ക് പോകണം ഗൈസ്. അതിനെന്ന് വെച്ചാൽ നമ്മളാണെങ്കിൽ എനിക്ക് എന്നോട്ടേക്കും വള്ളാൻ പറ്റുകയാണെങ്കിൽ ഈ മറ്റേ ആർമിയുടെ ഇന്നോട്ടേക്ക് വള്ളി വിട്ടാണ്ടല്ലോ പിന്നെ തീർന്ന്. ഈ മറ്റേ കയറേ അന്നോടെ പോകാൻ പറ്റുള്ളൂ. അവന്മാർ ഭയങ്കര സീന ഗൈസ്, ഒടുക്കാത്ത സീന. എന്നാ സീനാന്ന് നോക്കേ. ചാത്തില്ല, അവനൊക്കെ ചാവേണ്ട സമയമായി. അടുത്ത അവന്മാർ വരും. ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഒറ്റ പോലും മെന്നില്ലേ. അല്ലേ പിന്നെ ഞാൻ അന്നോട്ടേക്ക് തന്നെ വീഡിയോ ഇട്ടാൽ നന്നായി. ചേടാ ഇവൻ സമ്മതിക്കില്ലട്ടോ. ഇവൻ ചാവേണ്ട സമയമായി. ചാവട നീയൊക്കെ ചത്ത് ചലയോ. അപ്പം എന്തായാലും അവിടെ പോലീസുകാരെ കണ്ടിട്ടില്ലല്ലോ. എന്നെന്തായാലും സീനാവും. മിലിറ്ററി ബേസിൻ്റെ അകത്തേക്ക് അവർക്ക് കയറത്തുള്ളൂ ഗൈസ്. പോലീസുകാർ വന്നാൽ പട്ടാൾക്കാർക്ക് കുഴപ്പമില്ല, അവരവരുടെ കൂട്ടുകാരന്മാരായിരിക്കും ചിലപ്പം. അങ്ങനെ ആവണം ഗൈസ് എല്ലാം. എൻ്റെ അമ്മ. നന്നായില്ലേ മോനെ, എനിക്ക് കിട്ടിയ നന്നായില്ലേ. അല്ല പിന്നെ രണ്ടുപേരും ഒരുമിച്ചാണ് നന്നായിട്ട്. ഇതാണ് പോലീസുകാർ. അപ്പം എന്തായാലും നമുക്ക് കുറച്ചും കൂടെ ഹെൽത്ത് കിട്ടണം, അല്ലെങ്കിൽ സീന. ഒയ്യോ ഇതെന്നാ ഗൈസ് മനസ്സിലാവില്ല എന്നാ ഓപ്പാന്ന്. 2 മണിക്കൂറത്തെ വീഡിയോ അല്ലുള്ളൂ, അതിന് ഭയങ്കര പ്രശ്നം. നമുക്ക് എന്തായാലും നാളെ ഒന്നോട്ടേക്കും ചെയ്ത് നോക്കാം. ഇവന്മാരെ സമ്മതിക്കില്ല പെട്ടെന്ന്. എനിക്കറിയാണ് ഗൈസ്. പൊന്നെ പേരാളി ഉണ്ടായി കൊണ്ടുവന്നേക്കുന്നു. അപ്പോൾ ടിപ്സിനാണെങ്കിൽ ഒന്നോടെ അറിഞ്ഞോ ഒന്നോടെയും ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്നോടെയും ചെയ്ത് നോക്കാം. പെട്ടി ഓർക്കാം ആദ്യം തന്നെ. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ മിലിറ്ററി ബേസിൻ്റെ അകത്തേക്ക് കയറിയിട്ടോ. ഇവൻ ചത്തില്ലേ. ബോധം കിട്ടുക അതേ കഴിയുള്ളൂ. ചേടാ ഈ ബുള്ളറ്റ് ആവണില്ല. മാറേ സമ്മതിക്കില്ലട്ടോ. അയ്യോ ഗായ്സ് ഇവിടെ സീനായിട്ടാണ് കേട്ടോ. എന്നെ ഒരാൾ വെടിവെച്ചു. ഇവിടേക്കൊന്നും വെടിവെക്കില്ല, നമുക്ക് ഈ തോക്ക് എടുക്കണ്ട കേട്ടോ. വേറെ തോക്ക് എടുത്തേക്കാം. നമുക്ക് എങ്ങനെയെങ്കിലും ഹെലികോപ്റ്റർ എടുത്തോണ്ട് പോകണം. ഹെലികോപ്റ്റർ എടുക്കാൻ ഒരു തോക്ക് നമ്മുടെ കയ്യിലുണ്ട്. ഈ തോക്ക് പറ്റൂല ഗൈസ്, നമുക്കേ മറ്റേ തോക്ക് വേണം. രണ്ടുപേരും ഒരുമിച്ച് കാണും നല്ല സമയം. പെട്ടെന്ന് ഹെലികോപ്റ്ററൊക്കെ വന്നു. ഗായ്സ് ഇത് സീനാട്ടോ. ഇതെന്നാ പല പരിപാടിയാണ് ഈ ഹെലികോപ്റ്റർ. നമുക്ക് ആദ്യം തന്നെ ഹെലികോപ്റ്റർ തന്നെ തല്ലി പൂക്കാം. എനിക്കറിയാതെ നേരത്തെ തന്നെ. അവിടെ എന്തോ ചുമന്നായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ടിപ്സിനാണെങ്കിൽ ഇങ്ങനെ നമുക്ക് കുറച്ചും കൂടെ ആണെങ്കിൽ സമയം കൂടെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അതും കൂടെ ചെയ്യാം. ടിപ്സ് നമുക്കാണെങ്കിൽ ഒരുപാട് സമയം തരും കേട്ടോ. എന്തായാലും ഈ രാക്ഷസനെ കൊല്ലണം നമുക്ക്. ഇതെന്തായാലും സെറ്റപ്പ് ആയിരിക്കും. ടിപ്സം പറഞ്ഞ ഈ രാക്ഷസനെ എവിടെയെങ്കിലും കണ്ടാണ്ടല്ലോ ഗൈസ്, ഇതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ഇട്ടിട്ടുണ്ട് കേട്ടോ. കൂടുതൽ കമൻറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മറക്കാതെ അതുപോലെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇനി വെടിവെക്കാം.
അല്ല പിന്നെ ആ ആ അവൻ ബോംബെറിയാൻ വേണ്ടി വരും. നമുക്ക് ഇവിടേക്ക് മാറിയിക്കാം. ആവില്ല, അതുകൊണ്ട് അവിടെ മതിലുണ്ടാവില്ല. എൻ്റെ അമ്മ ഇതെന്നാടെ ഭൂമി കുലുങ്ങിയതോ? ഇവരൊക്കെ ഭൂമി കുലുക്കുക. ഇപ്പോൾ ചത്താലിനെ നമ്മുടെ കയ്യിൽ ഇതില്ല. പണി എട്ടി. ആ ചത്തു. നന്നായില്ലടാ മോനെ, എനിക്ക് നന്നായില്ലേ? എന്നാടെ കളി. അവനൊക്കെ വെറും പട്ടി വറക്കാൻ വേണ്ടി വന്നേക്കണ പോരാ. അല്ല പിന്നെ ആ കൊച്ചുമോനെ അവിടെ തന്നെ നിൽക്കട്ടോ. എനിക്ക് കൂടുതൽ പൈസ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുക. അല്ല പിന്നെ ഇവിടെ വിളിച്ചിട്ടുണ്ടല്ലോ. അവൻ്റെ ഒരു പന്ന ബോംബ്. അവൻ വരെ ചത്തു. നമുക്കൊരു കാറും കൂടെ കത്തിച്ചാലോ? ഇതെന്നാ ഇത് എത്രാമത്തെ പ്രാവശ്യം നമ്മൾ ചാവണമെന്ന് നോക്കിക്കേ. ഇത് കൊള്ളൂല, എനിക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ എന്തായാലും ഇനിയും തുടങ്ങാൻ പോവാം. ഇനി ഞാൻ ചാവണില്ല. ഇനി നമ്മളെ വേറെ കാര്യം ചെയ്യാൻ പോവാം. അങ്ങനെ ഒന്നായാലോ. ഇനി നമ്മൾ ചാവാൻ പാടില്ല. അതെന്നാ പരിപാടിയാണെന്ന് ആർക്കറിയാം. അയ്യോ, ഇപ്പോൾ ചാടിയാലും അവരുടെ മേത്തേക്ക്. ഇതെന്നാവനതാരം ആൾക്കാരാണ് മനുഷ്യനോരോ പരിപാടി ഉണ്ടായിക്കൊണ്ട്. 3 വാട്ടർ ലെവലായിട്ടുണ്ട് കേട്ടോ. ഈ തോക്കെടുക്കുന്ന സ്ഥലത്ത് എന്തായാലും ഉണ്ട്. നമുക്ക് എന്തായാലും പെട്ടെന്ന് ആ ഹെലികോപ്റ്റർ എടുക്കണം. ഈ തോക്ക് നമ്മുടെ കയ്യിൽ ഇപ്പോൾ തന്നെ കെട്ടിയിട്ടുണ്ട്. അയ്യോ, ചാവല്ലേ. ചാവാതെ ഇരിക്കണം നല്ല. ഇവരുടെ എന്താ കോപ്പാണോ വാണോ ഉണ്ടാക്കി വെച്ചിരുന്നു. ഇവനോടൊക്കെ പറയണം, വിശ്വസിക്കുമെന്ന് ആർക്കറിയാം. എന്നാ അവിടെ അയ്യോ, ഹെലികോപ്റ്റർ ഒന്നും ആവോ ഇന്നും കാണും. എടീ, ഇത് നേരെ ഇക്കോ മനുഷ്യന് ഒരു പരിപാടി ഉണ്ടായിക്കൊണ്ട് വരുന്നു. നേരേക്ക് എൻ്റെ അമ്മ, ഹെലികോപ്റ്ററെങ്കിലും മഞ്ഞതിന് മുമ്പ് പെട്ടെന്ന് പോയേക്കാം. ഒന്ന് പെട്ടെന്ന് ചാട്ടവിടെ. നമുക്ക് ഇനി ഇവരൊക്കെ നശിപ്പിക്കാം. ഇവിടുന്നൊക്കെ ഭയങ്കര വെടിയപ്പാ. നമുക്ക് ഇത് മൊത്തം നശിപ്പിക്കാം. ഹെലികോപ്റ്ററൊക്കെ വരുമായിരിക്കും. ഹെലികോപ്റ്ററും കൂടെ നശിപ്പിച്ചേക്കാം. അല്ല പിന്നെ കുറേ നേരെ നമുക്കിനി ഉണ്ടല്ലോ ആ മിലിറ്ററി ബേസിൽ പോയി ആടി ഉണ്ടാക്കാം. പെട്ടെന്ന് പോടേ. ഈ ഹെലികോപ്റ്റർ എൻ്റെ കത്തിയില്ലേ? അല്ല പിന്നെ ഒന്ന് പെട്ടെന്ന് പോയതെങ്കിൽ നമുക്ക് മിലിറ്ററി ബേസിൽ പോയി അടി ഉണ്ടാക്കായിരുന്നു. ഇവിടെ മൊത്തം അടി ഉണ്ടാക്കാട്ടോ. നമുക്ക് വീട് വിട്ടോണ്ടിരിക്കാം. ഇത് മൊത്തം നശിപ്പിക്കാം. ഇവിടെയുള്ള ആൾക്കാരെ നശിപ്പിക്കാം. അല്ല പിന്നെ എന്നോടാ കളി. അപ്പന്മാരൊക്കെ കിടന്ന് ചാവട്ടെ. നമുക്ക് മിലിറ്ററി ബേസിൽ പോയി അടി ഉണ്ടാക്കാൻ പറ്റും. അല്ല പിന്നെ എന്നോടാ കളി. ഗൈസ്, ആ ഹെലികോപ്റ്റർ വേണമെങ്കിൽ തീർന്നട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ നേരെ മിലിറ്ററി ബേസിലേക്ക് പോകട്ടോ. അവിടെ ചെന്നിട്ട് വേണം അടി ഉണ്ടാക്കാൻ. 2 സ്ഥലത്തും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് കത്തിച്ച് വിടാം. ഗൈസ്, ഇവന്മാരൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ ചന്ദ്രത്തടിയാണ് ഞാൻ. എൻ്റെ അമ്മ, ഒരു തടി വീണ്. അപ്പം എന്തായാലും പിന്നെ ചെയ്യാതെ, എന്തായാലും നമുക്ക് പിന്നെ ചെയ്യാം. ഇവിടെ മൊത്തം ഉണ്ടല്ലോ. ഒരു കാർ മാത്രമേ ഞാൻ കാണാതെ തന്നെ കത്തി. നന്നായി. അവിടേക്ക് അടി ഉണ്ടാക്കാം. ഇവന്മാരൊക്കെ ഉണ്ടല്ലോ ചാവേണ്ട സമയം. മുകളിലേക്ക് വന്നല്ലോ. വാടാ മുകളിലേക്ക് വാടാ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഹെലികോപ്റ്റർ വരെ ഉണ്ട്. എടാ, ഇവ സമ്മതിക്കില്ലട്ടോ. ഇവ മുമ്പിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ.
അവനെ തല്ലി താഴെയിട്ട്. എടാ പൊട്ട നിനക്കുമല്ല പാടിയണ്ട. ഇവിടെ ജീവിക്കാൻ പരിപാടി ആയിട്ടില്ല, മനുഷ്യനെ പോലെ ജീവിക്ക്. അല്ല പിന്നെ കുറേ നേരെ അവൻ്റെ 28ൻ്റെ ചക്ക ഒഴുകി വെച്ചേക്കണം. ഓ ഇന്ന് പെട്ടെന്ന് താഴെ ഫോണിലാകടിച്ച്. ഓ മോളീന്ന് ഓടിയപ്പ. ഓ പിന്നെ നിങ്ങടെ മറ്റേ സാധനം മാറണ്ടല്ലോ, റോബോട്ട്. അയ്യോ ഹെലികോപ്റ്റർ വന്നിട്ടുണ്ടോ? ഈ ഹെലികോപ്റ്റർ എൻ്റെ എപ്പോക്കെങ്കിലും എന്നെ പറ്റുന്ന കാണാൻ. ഇവൻ കുറേ നാളെ എന്നെ അടിക്കാൻ തുടങ്ങിയിട്ട്. ഇവന് വേറെ പണിയൊന്നും ഇല്ലേ ഗൈസ്? ഹെലികോപ്റ്റർ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ, അല്ലെങ്കിൽ ഇപ്പം തന്നെ തലടിച്ച് വീഴ്ത്തുക. അല്ലെങ്കിൽ എൻ്റെ അമ്മൂമ്മേനെ കെട്ടിക്കാൻ പറ്റിക്കാതെ പായസം അല്ല പിന്നെ അമ്മമാരൊക്കെ കൊന്നിട്ട് വേണം നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ. ഇവരെ കൊന്നാണ്ടല്ല ക്യാഷല്ല, പണപ്പെട്ടി. ഒരു ചാക്കിൻ്റെ അകത്ത് മുഴുവൻ കിട്ടുമായിരിക്കും. അപ്പം ടിപ്സ് പറഞ്ഞ പോലെ ടിപ്സിന് എവിടെയാണെങ്കിൽ സുരക്ഷിതമായി അവിടെ ഇപ്പം കേട്ടോ. അല്ല എൻ്റെ അക്ഷരത്തെറ്റാണെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും. ഓ ഇവന്മാരൊക്കെ പെട്ടെന്ന് വന്നോണ്ടിരിക്കുക. ഇതന്നെ ടാങ്കർ ലോൾ. എൻ്റെ പൊന്നളിയ, ഞാൻ വെറുതെ പറയണതല്ല, കഷ്ടപ്പെട്ടത് രക്ഷപ്പെട്ട് പോകാൻ പറ്റിയ സമയക്കില്ല. നമ്മുടെ വാണ ഉണ്ടാക്കി വെച്ചേക്കോട്ടോ. അല്ല പിന്നെ കുറേ നേരം എൻ്റെ അമ്മൂമ്മയുടെ ചക്ക. അപ്പം എന്തായാലും നേരെ താഴോട്ട് പോകാം. അപ്പോൾ ഗൈസ് ഇനി ഇവിടെയാണെങ്കിൽ നിൽക്കേണ്ട ആവശ്യം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇതൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ നിന്നാണ്ടല്ലോ ആ ഹെലികോപ്റ്റർ മുഴുവനായിട്ട് കത്തിക്കാൻ വരും. എനിക്കറിയാവണം. നമുക്ക് നേരെ പെട്ടെന്ന് നമുക്ക് എന്തായാലും കസീനോ ഹോട്ടലിലേക്ക് പോയി ഇവിടെ മുഴുവൻ സീനായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ വന്ന് നിൽക്കാൻ പറ്റില്ല കേട്ടോ. ഇവിടെ വന്ന് നിന്നാലും പോലീസ് തന്നെ. അവരെ പറക്കണ ഒരു സാധനമുണ്ട്. അവർ പെട്ടെന്ന് വന്നിട്ട് നമ്മൾ ജയിലിൽ കൊണ്ടുപോയിട്ടുണ്ട്. നമുക്ക് തന്നെ ചാവാൻ വേണ്ടിയുള്ള പൈസ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ. പോയി പെട്ടെന്ന് പോയേക്കാം. അപ്പോൾ എന്തായാലും പെട്ടെന്ന് പോകട്ടെ. എന്തായാലും ഇവിടെ അടി ഉണ്ടാക്കിയിട്ട് പോവാം. ഗായ്സ് ഞാൻ പറഞ്ഞതായിരുന്നു വരുമെന്ന്. അതിനവൻ വന്നോ? എൻ്റെ പൊന്ന് തമ്പുരാനെ, അവന്മാർക്കൊക്കെ വേറെ പണിയില്ലേ. ബായ് അസ്സലാമലൈക്കും. അല്ലേ പിന്നെ എന്നോടാണ് കളി. ഞാനാരാ മോൻ? ഈ ബിൽഡിങ് മൊത്തം നമുക്ക് കത്തിച്ച് ചാമ്പലാക്കാം. ഗൈസ് കുറച്ചും കൂടെ താങ്ങണം, എന്നാലേ നമുക്ക് എല്ലാവരും കൊല്ലാൻ പറ്റുള്ളൂ. ഇവിടെയൊക്കെ ഇപ്പണ്ടല്ലോ കുറേമാർ. ഇവിടെ മൊത്തം നശിപ്പിക്കാം നമുക്ക്. ബീച്ചിൽ പോയിട്ട് ബീച്ചിൽ കുറേ പേരുണ്ടല്ലോ, നന്നായി. ആ റോബോട്ട് കത്തിപ്പോയി. ഞാൻ പറഞ്ഞല്ലേ ബീച്ച് കുറേ പേരുണ്ടെന്ന്. കണ്ടോ, ഇതെല്ലാം നശിപ്പിക്കാം. അവൻ കുറേ നേരമായില്ലോ കിടന്ന് പിടയ്ക്കാൻ തുടങ്ങിയിട്ട്. പിടക്കോഴി. അയ്യോ ഹെലികോപ്റ്റർ വീണ്ടും വന്നു. ഇവന് വേറെ പണിയൊന്നും ഇല്ല ഗൈസ്. അയ്യോ നമ്മൾ ചാവാറായെന്ന് തോന്നുന്നു. നമുക്ക് വേണ്ട മുകളിലേക്ക് പോകണം. നമ്മൾ സമ്മതിക്കില്ല ഗൈസ്. നമുക്ക് പെട്ടെന്ന് പോവാം. ഈ നാട് വിട്ടു പോകാൻ പറ്റില്ല കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സിറ്റിയാണ് കേട്ടോ. അത് വേറൊരു സിറ്റിയാണ് കേട്ടോ. എന്തായാലും ഗൈസ് അപ്പുറത്തെ സിറ്റിയിൽ പോയവന്മാർ വരും എന്തായാലും. ഇവൻ വീണ്ടും മുമ്പിലേക്ക് കയറി വരും കേട്ടോ. നമുക്ക് ഏറ്റവും പൊക്കത്ത് വരിക. അത് സമ്മതിക്കില്ല കേട്ടോ. ചത്തി ചാമ്പലാടാ നീയൊക്കെ. ഇതിനൊക്കെ ഗൈസ് ഇനി ഇവിടെ നിൽക്കണം സേഫ് അല്ല കേട്ടോ. ഓക്കെ ബോട്ട് എടുത്ത് എങ്ങോട്ടെങ്കിലും പോകണം. നമുക്ക് നമ്മുടെ ആണെങ്കിൽ മറ്റാണെങ്കിൽ ടിപ്സും പറഞ്ഞാലും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് വേണം കുറച്ച് പെട്ടികളെ കണ്ടുപിടിക്കാൻ. അതുകൊണ്ട് വീണ്ടും നമുക്കിനി അടി ഉണ്ടാക്കാം. കുറേ നേരം അടി ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ. ഇപ്പം ടിപ്സിനാണെങ്കിൽ വിളിച്ച് പറയാം. എൻ്റെ കയ്യിൽ ടിപ്സിൻ്റെ ഫോണുണ്ട്. ഇവനൊക്കെ വീട് വരട്ടില്ല. ഇവനൊക്കെ ചാവട്ടെ. ഗൈസ് തെങ്ങായിരുന്നു തീർന്നു. ഇവിടെ മുഴുവൻ സീനാട്ടോ. ഹെലികോപ്റ്റർ വീണ്ടും വന്നു.
ഓ വീണ്ടും കയറി വരും കേട്ടോ ഗൈസ്, കയറി വരും കേട്ടോ എന്തായാലും. ഓ ഇവൻ വരൂല കേട്ടോ. ഓക്കെ കുറച്ചും കൂടെ മുകളിൽ കയറാം, അന്ന് മുകളിൽ കയറാം. അവനെന്തി ഇവിടെ പൊട്ടം കാണാം, പിന്നിനൊക്കെ എന്തെങ്കിലും വട്ടാണോ? അല്ല പിന്നെ ചാവാൻ വേണ്ടി വന്നേക്കണന്മാർ ചത്തിട്ട് പോകണം അല്ലേ പിന്നെ. ഗായ്സ് ഇവിടെ മൊത്തം സീനാട്ടോ. അപ്പുറത്തെ സിറ്റി ഒരു സീനാ. വാട്ടർ ലെവൽ 5000 ആവുമെന്ന് തോന്നുന്നു. നമുക്ക് വീണ്ടും താഴേക്ക് ഇറങ്ങാം ഗൈസ്. ഫുട്ബോൾ മൈതാനത്തിൽ ആരുമില്ല കേട്ടോ, അല്ലെങ്കിൽ മാച്ചൊക്കെ നടക്കുമ്പോഴേ അവർ വരാറുള്ളൂ. വീണ്ടും നമുക്ക് അടി ഉണ്ടാക്കാം. ആഹാ ഇവിടെ ടാങ്കർ ലോറിയൊക്കെ വന്നിട്ടുണ്ടല്ലോ, നന്നായില്ലേ മോൻ. ഇവനൊക്കെ വാണി ഉണ്ടാക്കി വെച്ചേക്കണതല്ലേ. ഓ ഇവന്മാർ ചാവില്ലട്ടോ, ഇവന്മാർക്ക് അത്രയ്ക്കും ബുദ്ധിയുണ്ടെന്ന് തോന്നുന്നു. ഓ വീണ്ടും വന്നു. ഇവന് വേറെ പണിയൊന്നും ഇല്ല പട്ടി. ഈ ഹെലികോപ്റ്റർ എത്ര ഹെലികോപ്റ്റർ ആണെന്ന് നിങ്ങളൊന്നിപ്പോൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തായാലും ഞാൻ എണ്ണയില്ല കേട്ടോ. എന്തായാലും എടുക്കുന്ന പാടാ പോണ പേടിയാണോ. അപ്പം എന്തായാലും ബായ്.